സിൽക്ക് ചന്തേരിയിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആൻഡ് ഓൺലി അറ്റ് 3149. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ, അതും സിൽക്ക് ചന്തേരിയൊക്കെ നമുക്ക് 3149 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിയലി ഗുഡ് ബൈ. അപ്പം നമ്മൾ ഇപ്രാവശ്യം ബനാറസി വോവൺ ആയിട്ട് വന്നിരിക്കുന്ന ടൈഡൈ പാറ്റേണിൽ വന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻ നമ്മൾ സെയിലിൽ കൊണ്ടുവന്നേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കളേഴ്സിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ 2 കളേഴ്സ് കാണിച്ചു തരാൻ വിചാരിച്ചു. ഒന്നൊരു ബ്ലൂ ബേസിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്, ആൻഡ് ദെൻ വി ഹാവ് പിങ്ക് ടു റെഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷനും കൂടെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ടൈ ആൻഡ് ഡൈ പാറ്റേൺ. അപ്പോൾ ടൈ ആൻഡ് ഡൈ പാറ്റേൺസ് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ്. കാരണം എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ്. പിന്നെ അതിനകത്ത് ആ ഒരു അൺഎക്സ്പെക്റ്റഡ്നെസ്, നമ്മൾ ഏത് ഡിസൈൻ എവിടെ വരും, അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് നമുക്ക് എവിടെ തന്നെ വരണം എന്നുള്ള ഒരു നിർബന്ധമൊന്നുമില്ലല്ലോ. അത് നമുക്ക് നമ്മളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ചിട്ട് നമുക്ക് ഫേസിൻ്റെ ക്ലോസർ ആയിട്ട് ലൈറ്റ് ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫാബ്രിക് അനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഓൾട്രേഷൻസ് ഒക്കെ വരുത്താനും പറ്റും. ആൻഡ് ചന്തേരി ഫിനിഷിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ട വിത്ത് സിഗ്സാഗ് പാറ്റേൺ, അത് ഡിജിറ്റൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ബനാറസി വോവൺ ബോർഡർ ഡീറ്റെയിലിങ്ങും കൂടെ പല്ലുവിൽ അതിൻ്റെ ഒരു ബോർഡറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആഞ്ചൽ പോർഷനിൽ സിൽക്ക് ത്രെഡ്സിൻ്റെ ഒരു ടാസിൽ നോട്ടഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടാസിൽ ഡീറ്റെയിലിങ്ങും കൂടെ വന്നിട്ട് സെറ്റൂൺ ബോട്ടം ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന സിൽക്ക് ചന്തേരിയിലും കൂടെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. 2 കളേഴ്സും വളരെ പ്ലസൻ്റ് ആയിട്ടും ലൈവ്ലി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ലുക്കാണ്. ആൻഡ് അതിൻ്റെ കൂടെ ഈ ഒരു ഡാർക്ക് ടോണിൽ വന്നിട്ടുള്ള ട്രഡീഷണൽ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടെ വരുമ്പോഴത്തേക്ക് നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പെയറിങ് കോമ്പിനേഷൻസ് ഒക്കെ നമുക്കിപ്പോൾ ഒരുപാട് ഗോൾഡ് ജ്വല്ലറി ലുക്ക് നമുക്ക് ഇതിനകത്ത് ബോൾഡായിട്ട് വന്നിരിക്കുന്ന ഗോൾഡ് ജ്വല്ലറിയിലെ സ്റ്റേറ്റ്മെൻറ്റ് ആക്സസറീസുമായിട്ട് പെയർ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി ഇതിനകത്ത്. അതൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ ഈ നമ്മളുടെ ഈ ഒരു ട്രഡീഷണൽ പാറ്റേൺസ് ലൈക്ക് ടൈ ആൻഡ് ഡൈ, ബ്ലോക്ക് പ്രിന്റ് ഏതാണെങ്കിലും ശരി, ഏത് പ്രിന്റിങ് ടെക്നിക്ക് ആണെങ്കിലും നമ്മുടെ ട്രഡീഷണൽസിനകത്ത് വരുമ്പോഴത്തേക്ക് സ്റ്റൈലിഷ് ആക്കാനും ആക്ച്വലി വളരെ ഒരു യുണീക്ക് സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിനകത്ത് സ്റ്റിച്ചിങ് ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് കോളേർഡ് പാറ്റേൺ ഇറ്റ് വിൽ ലുക്ക് ഗുഡ്. വൈഡ് നെക്സ് ആണെങ്കിലും ഇറ്റ് വിൽ ലുക്ക് ഗുഡ്. നമുക്കിപ്പോൾ ക്രൂ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര സ്റ്റൈലായിരിക്കും കേട്ടോ. നമ്മളുടെ സമാന്ത, ഷീ ഓൾവേസ് റോക്സ് ദറ്റ് ക്രൂ നെക്ക് ലുക്ക്. സംഹൗ ഷീ ജസ്റ്റ് does it great all the time. ആ ഒരു ലുക്കൊക്കെ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെയുള്ള കളക്ഷൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ JCL 611 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ്ഡ് ഓൺലി 3149 ആൻഡ് ചന്തേരി ബനാറസി വിത്ത് ടൈ-ഡൈ പാറ്റേൺ. ട്രഡീഷണൽ കോമ്പിനേഷൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒറിഗാമി ഫ്ലോർ ക്രെയിൻസ് ഉണ്ടല്ലോ, നമുക്കത് പണ്ട് മുതലേ നമ്മൾ കാണുന്നതും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒറിഗാമി ആൻഡ് പേപ്പർ ഫോൾഡിങ് ടെക്നിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ക്രെയിൻ ഡിസൈനിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. വി ഹാവ് ദിസ് ഇൻ വെരി ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ്. ട്രഡീഷണൽ കളേഴ്സും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നല്ല രസമുള്ള ഒരു മോഫ് ഷെയ്ഡ്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി നമ്മളിങ്ങനെ ട്രഡീഷണൽ കോമ്പിനേഷൻസിൽ കാണാറില്ലാത്ത കളേഴ്സാണ്. അപ്പോൾ അതും കോപ്പർ സെറിയുടെ ഒരു ലുക്കാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഗോൾഡൻ സെറിയും ത്രെഡ് വീവിങ്ങും കൂടെ, റെഡ് ത്രെഡും കൂടെ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു കോപ്പർ ടോണിൽ വന്നിട്ടുള്ള ലുക്കാണ്. ആൻഡ് ഭയങ്കര റിച്ചായിട്ട് നിൽക്കുന്ന ഒരു പല്ലു ഡിസൈൻ. ബ്ലൗസും വന്നിട്ടുണ്ട്. വിത്ത് ബ്ലൗസിൻ്റെ അകത്ത് നമുക്കൊരു ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിരിക്കുന്ന സാരീസാണ് കേട്ടോ. നമുക്കിത് എല്ലാ ക്രൗഡിനും ആക്ച്വലി നമുക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് സാരീസാണ്, സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പ്രൈസ്, ഐ തിങ്ക് ദിസ് ഇസ് ദി ലോവസ്റ്റ് പ്രൈസ്. 1329 റേഞ്ചിൽ നമുക്ക് ഈ ഒരു KT 192 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്കിനി ഓരോ കളേഴ്സായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ബോട്ടിൽ ഗ്രീനെക്കാട്ടിലും ഡാർക്കർ ആയിട്ടുള്ള ഈ ഒരു ടോണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നമുക്കിനി നെക്സ്റ്റ് വരുന്നത് ഒരു നല്ല രസമുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ത്രെഡ് ഊരാൻ വിട്ടുപോയി, നമുക്ക് എന്തായാലും വീഡിയോയിൽ തന്നെ നോക്കാം. ദിസ് ഇസ് ദി നെക്സ്റ്റ് ഷെയ്ഡ്. ഇതെല്ലാം നമുക്ക് നമ്മളുടെ റെഡി ടു വെയർ ആക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ ആക്കാനായിട്ടൊക്കെ എളുപ്പമാണ്, കൺവീനിയൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സാരീസൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇഫ് അറ്റ് ഓൾ യു ലുക്കിംഗ് ഫോർ സം കസ്റ്റമൈസേഷൻസ് ഡെഫിനറ്റ്ലി ലെറ്റ് us know. അപ്പോൾ അതും നമുക്കിവിടെ ചെയ്തു തരാൻ പറ്റുന്നതേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ ന്യൂ ലോഞ്ചിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിപ്പോൾ ഇഫ് യു വാണ്ട് ടു പിക്ക് എ സാരി ആൻഡ് കൺവീനിയൻ്റ്ലി ഗോ ടു ദി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബൊട്ടീക്കിലോട്ട് പോവാം, ഗെറ്റ് ഇറ്റ് കസ്റ്റമൈസ് ദെയർ ആസ് വെൽ. അതാണ് അതിൻ്റെ പീകോക്ക് ബ്ലൂ ഓപ്ഷൻ ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഷെയ്ഡ്സിനകത്ത് നമുക്ക് കൂടുതൽ റെഡിഷ് ആയിട്ട് അതിനകത്ത് തോന്നുകയും ചെയ്യും കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇതാണ് സെയിം റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ്. അതിൻ്റെ അകത്ത് ബോർഡറായിട്ട് ഇതാണ് വരുന്നത് കേട്ടോ, ബ്ലൗസിൻ്റെ ബോർഡറായിട്ട്. ആൻഡ് ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ പോർഷനിൽ കുറച്ച് ക്ലോസർ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു വീവിങ് സ്റ്റൈൽസ് വന്നിരിക്കുന്നത്. ആൻഡ് ലോ പോർഷനിലോട്ട് പോകുമ്പോൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസിലും കൂടെ ആയിട്ടാണ് അതിൻ്റെ വീവിങ് സ്റ്റൈൽ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ക്ലോസറിൽ കാണാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അത് കാണാം കേട്ടോ, നല്ലൊരു ജോമെട്രിക് പാറ്റേണിൻ്റെ അകത്ത്. സോ ദിസ് ഈസ് എ വയലറ്റ് ഷെയ്ഡ്, പേർപ്പിൾ, വയലറ്റിനെക്കാട്ടിലും പേർപ്പിൾ ടോണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഇൻസൈഡ് പോർഷനും കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് പവർലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തായാലും കൺവീനിയൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പവർലൂമിൽ ചെയ്തേക്കുന്ന സാരി, സെമി സിൽക്കിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻസൈഡ് പോർഷൻ വരുന്നത്. യാൺസൊക്കെ കട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ലുക്കാണ് കേട്ടോ. എല്ലാം ആ ഒരു മോട്ടീവ്സൊക്കെ കട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള സാരിയാണ്, പക്ഷെ വെയിറ്റും ഇല്ലാത്ത നല്ലൊരു ലുക്കാണ്. അപ്പോൾ ഇതാണ് അപ്പർ പോർഷൻ. അപ്പർ പോർഷനിൽ ഫുള്ളായിട്ട് ഈ ഒരു വീവിങ് പാറ്റേൺ. ലോ പോർഷനിലോട്ട് കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ, ലോ പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസിലാണ് അതിൻ്റെ ആ ഒരു ഇത് വന്നിരിക്കുന്നത് നമുക്ക്. ആൻഡ് ദെൻ പീകോക്ക് ഗ്രീൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇതാണ് അതിൻ്റെ പീകോക്ക് ഗ്രീൻ ലുക്ക് വരുന്നത്. നല്ല കളേഴ്സാണ് കേട്ടോ, എല്ലാം നല്ല കളേഴ്സിൽ തന്നെയാണ് വരുന്നത്. ഡ്രേപ്പ് ചെയ്യാനും ഈസിയാണ്. അതിൻ്റെ പീകോക്ക് ഗ്രീനിൻ്റെ ഷെയ്ഡ്. പ്ലീറ്റൊക്കെ എടുക്കാനും നല്ല കൺവീനിയൻ്റ് ആയിട്ട് വരുന്ന സാരീസാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡ്രേപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ദിസ് ഇസ് ദി ലുക്ക്. ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതിപ്പോൾ ട്രഡീഷണൽ ആയിട്ട് വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ എനിക്കൊന്ന് കൂടുതൽ ഭംഗി. ചിലപ്പോൾ ഞാനിന്നിപ്പോൾ ഈ ഒരു ലുക്ക് എൻ്റെ കൂടെ പെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കണ്ടംപററി ജ്വല്ലറി ആണെന്നുണ്ടെങ്കിലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ആൻഡ് ദെൻ വി ഹാവ് എ മോവ് ടോൺ. ഇനി നമുക്ക് കുറച്ചായിട്ട് തുറന്ന് കാണാം കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്യുന്നില്ല. സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാത്തിനകത്തും വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ലുക്ക്. ഇതാണ് അതിൻ്റെ മോവിൻ്റെ ലുക്ക് വരുന്നത്. നല്ലൊരു ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന മോവ് ഷെയ്ഡാണ്. ഇതിനകത്ത് കുറച്ചും കൂടി ബ്ലെൻഡഡ് ഔട്ട് ആയിട്ടാണ്, കുറച്ചും കൂടി മേർജ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിൽ നിൽക്കും. കാരണം ആ ടോൺസ് ഏകദേശം സിമിലറായിട്ട് വരുന്നത് കാരണം. ആൻഡ് ദെൻ നേവി, റോയൽ ബ്ലൂ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ നേവി ഷെയ്ഡ് വരുന്നത്. ആൻഡ് ഇത് നമുക്ക് കോൺട്രാസ്റ്റും ഈസി ആയിട്ട് പെയർ ചെയ്യാം കേട്ടോ. കോൺട്രാസ്റ്റ് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ, നമ്മൾ ഒരുപാട് ചിന്തിക്കാതെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസിൻ്റെ കൂടെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ലുക്ക്. എന്നിട്ട് പല്ലു വന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതും കുഞ്ഞ് പ്ലീറ്റ്സൊക്കെ എടുക്കാൻ നല്ല മെറ്റീരിയൽ, ഒതുങ്ങി നിൽക്കും. നമുക്ക് ഒടിയാണമൊക്കെ ഇട്ട് അങ്ങനെ ഒരുങ്ങി നിൽക്കാനാണെങ്കിൽ ഇഷ്ടം. ഒടിയാണം എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റാലിക് പ്ലേറ്റ് പോലത്തെ ഉള്ള ഒടിയാണംസ് ഉണ്ടല്ലോ, ഭയങ്കര ചെട്ടിനാട് പോലത്തെ അല്ലാത്ത ഒടിയാണംസ് വരുമല്ലോ, അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ദെൻ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ലാസ്റ്റ് ലുക്ക്. ഇത് നല്ല രസമുള്ളൊരു ബ്രൈറ്റ് ആൻഡ് വൈബ്രൻറ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. KT 192 അറ്റ് ദ ലോവസ്റ്റ് പ്രൈസ് 1329. ആൻഡ് ഇത് നമുക്ക് റൈറ്റ് നോ നമ്മൾ സെയിൽ കാറ്റഗറിയിൽ കൊണ്ടുവന്നേക്കാണ്. നമുക്ക് ഒരു ചെറിയൊരു ഡിഫറൻസ് ഫ്രം ദി ട്രഡീഷണൽ ലുക്ക്. ചെക്ക് ഇറ്റ് ഔട്ട്. ദിസ് ഇസ് സോ നൈസ് ബിക്കോസ് ഇറ്റ്സ് കോട്ടൺ, പ്യുവർ കോട്ടൻ്റെ അകത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെറ്റ്
ടോപ്പും ബോട്ടവും കോട്ടണിലാണ് വന്നിരിക്കുന്നത്. കാന്ത വീവിങ് സ്റ്റൈലിൻ്റെ അതൊരു ബത്തീക്ക് ലുക്ക് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. അതിനകത്ത് ഫുള്ളായിട്ട് കാന്തയുടെ ഒരു സ്റ്റിച്ച് ലൈൻസും കൂടി വന്നിട്ടുണ്ട്, സീക്വൻസും കൂടി ചേർത്ത് ചെയ്തേക്കാണ്. അപ്പം മെറ്റീരിയൽ ബേസിക്കലി ഒരു കാന്ത വീവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് എക്സ്ട്രാ കാന്ത വർക്കും കൂടെ ചെയ്ത് വന്നേക്കാണ് കേട്ടോ. ആൻഡ് സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നിട്ടുള്ള ദുപ്പട്ട വിത്ത് കാന്ത എംബ്രോയിഡറി, ആഞ്ചൽ പോർഷൻ ആൻഡ് ഫ്ലോറൽസും കൂടെ ആയിട്ടുള്ള ഒരു സ്കാറ്റർ. നല്ല കളേഴ്സാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1999 ആണ്. നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന വെരി കംഫർട്ടബിൾ സെറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് നമുക്ക് അതിൻ്റെ ലുക്ക് കാണാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഗ്രീൻ, പിങ്ക് ആൻഡ് ഗ്രേ. ആൻഡ് ഇതിനകത്ത് കോട്ടൻ്റെ തന്നെ, കോട്ടൻ്റെ അകത്തൊരു ജാമൻ കോട്ടൻ്റെ ഒക്കെയുള്ള ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ ബോട്ടാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സെൽഫ് കളർ തന്നെ സെയിം ഹെറ്ററോ സിംഗിൾ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത് ഫ്രണ്ട് പാനലിൽ മാത്രമാണ്. ബാക്ക് പാനലിൻ്റെ അകത്ത് നമുക്ക് ഇതാണ് കേട്ടോ എൻ്റെ ഒരു ലുക്ക് വരുന്നത്. വിത്തൗട്ട് ദി എംബ്രോയിഡറി, ആ ഒരു കാന്ത വീവിങ് സ്റ്റൈൽ ആൻഡ് ദി ബത്തീക്ക് ലുക്കിൽ കൊടുത്തേക്കുന്ന പ്രിൻറ്റ്. ഇത് സ്ക്രീനിലാണ് ചെയ്തേക്കുന്നത്, പക്ഷേ ആ ഒരു ബത്തീക്കിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ദിസ് ഇസ് ദി ഗ്രീൻ ലുക്ക് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. നല്ലൊരു സെറ്റാണ് കേട്ടോ. നല്ലൊരു പ്ലസൻറ്റ് കളേഴ്സിലുമാണ് ഈ ഒരു ലുക്ക് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. KTF 145 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് പിങ്ക്, സോഫ്റ്റ് പിങ്ക് ഷെയ്ഡാണ്. ഭയങ്കര പേസ്റ്റൽ ടോൺ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി പേസ്റ്റൽസിനെക്കാട്ടിലും ഒന്നൊരു ഡാർക്കർ ഫീലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ലൊരു സോഫ്റ്റ് കളറാണ്. അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഭംഗിയുള്ളൊരു കളറിലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാന്ത എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന 2 ടോൺസ് ഓഫ് ബേസ് കളറിലാണ്, ഡാർക്കർ ആൻഡ് ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വരുന്നത് വിത്ത് സീക്വൻസ്. അപ്പോൾ ഫുൾ പാനൽ ഫ്രണ്ട് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഇതാണ് ദുപ്പട്ടയുടെ സ്റ്റൈൽ വരുന്നത്. ഇതിനകത്ത് നമുക്ക് രണ്ട് എൻഡിങ്ങിലും ആഞ്ചൽ പോർഷനിൽ ഫുൾ ഹാൻഡൺ ആയിട്ട് തന്നെ വന്നിരിക്കുന്ന കാന്ത എംബ്രോയിഡറി ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സോഫ്റ്റ് ഫോളിൽ വന്നിട്ടുള്ള സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് സോഫ്റ്റ് കോട്ടൺ ബോട്ടം. ദിസ് ഇസ് എ വെരി കംഫർട്ടബിൾ സെറ്റ്. അത് നമുക്ക് എന്തായാലും പറയാം കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതിൻ്റെ റോങ് സൈഡിൽ നോട്ട്സ് കാണും. ഇത് ഹാൻഡൺ ആയതുകൊണ്ട് നമുക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു എംബ്രോയിഡറി അതിനകത്ത് വരുന്നത് കൊണ്ട് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനും അൺടൈ ആയി പോകാണ്ടൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ, അറ്റ്ലീസ്റ്റ് ഫോർ ദി ഫ്രണ്ട് പാനൽ. സോ ദിസ് ഇസ് ദി പിങ്ക് ഷെയ്ഡ് ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് ഗ്രേ. അപ്പോൾ ഇതൊക്കെ റെഡി ടു ഡിസ്പാച്ച് ആയതുകൊണ്ടും കംഫർട്ടബിൾ ആണ്. ഒരുപാട് പേർക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് വെൻ യു ഡോണ്ട് ഹാവ് ദ ടൈം ഫോർ വെയിറ്റിംഗ്, റെഡി ടു ഡിസ്പാച്ച് ഓപ്ഷൻസ് എപ്പോഴും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് ദി ഗ്രേ ഷെയ്ഡ്. ഇതൊരു സിമൻ ഗ്രേയുടെ ടോണിൽ വന്നിരിക്കുന്ന ഗ്രേ ആണ് കേട്ടോ. KTF 145 പ്രൈസ്ഡ് അറ്റ് 1,999. KTF 145 1,999 റേഞ്ചിൽ വന്നിരിക്കുന്ന അൻസി സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ.